ഇതാണ് കാസർഗോഡിൻ്റെ വന്യമായ ഒരു ഏരിയ. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോംപ്ലക്സിൻ്റെ തൊട്ട് മുൻപിലാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഹോട്ടലുകളൊന്നുമില്ല കേട്ടോ, ഹോട്ടലുകളെല്ലാം ഞായറാഴ്ച ആയതുകൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. നമ്മുടെ രാജേട്ടൻ്റെ പേരിലുള്ള PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസ് നീലേശ്വരം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ നീലേശ്വരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അടുത്താണുള്ളത്. അപ്പോഴത്തെ അതിൻ്റെ മുമ്പിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ ചുമ്മാ കിടക്കുന്ന കണ്ട. ഇതാണ് കാസർഗോഡിൻ്റെ ഒരു വന്യമായ കാഴ്ചയെന്ന് ഞാൻ പറഞ്ഞത്. എവിടെ നോക്കിയാലും ഇങ്ങനെ കാട് ഉണങ്ങിക്കിടക്കുന്ന വരണ്ട ഭൂമി മാത്രമേ ഉള്ളൂ കാണത്തുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് വാഗ കാണും. അങ്ങനെ കുറേ മരക്കൂട്ടങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണില്ല. അതാണ് കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോഴത്തെ അണ്ണൻ കോഴീനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അണ്ണൻ്റെ കോഴിയും കൽക്കവും താറാവും ഒക്കെയാണ് പോകുന്നത്. അപ്പോഴത്തെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ, അടിപൊളി കാഴ്ചകൾ. ആ കുന്നുകളൊക്കെ ഇറങ്ങി വേണം ഞാൻ പോകാൻ. അതൊക്കെ ഏതാണ്ടോ ഈ ഇറങ്ങി ആ കുന്നൊക്കെ കയറുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുക. അപ്പോഴത്തെ വലിയ കുന്നുകളാണ് കേട്ടോ, ഇതൊക്കെ കയറിപ്പോണം. ഇവിടുന്ന് കുത്തനെ ഒരു ഇറക്കമുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ പിന്നിട്ട് നമുക്ക് പതിയെ മുമ്പോട്ട് പോവാം. അതിന് മുമ്പായിട്ട് കുഞ്ഞി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത്ര നേരം വലിയൊരു കയറ്റമൊക്കെ തടിക്കയറ്റി വന്നതാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഇറക്കി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ അപകടം ഇപ്പോൾ സംഭവിച്ചതിന് ദൈവാനുഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഈ കിടക്കുന്ന ടാങ്കർ ലോറി, അതായത് നമ്മുടെ ടാറുമായിട്ട് വന്ന ടാങ്കർ ലോറി ഇപ്പോൾ ഒരു പുകയായിട്ട് കാണപ്പെട്ടേന്. ദൈവാനുഗ്രഹം. ഡ്രൈവർ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അകത്തുനിന്ന് ടാറ് താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീപ്പയ്ക്കകത്തോട്ട്. അപ്പോൾ എന്തോ കാരണത്താൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഉരഞ്ഞതാണ്. പുല്ലിന് പെട്ടെന്ന് തീ പിടിച്ച്, ഉരുകിയ ടാറല്ലേ, പെട്ടെന്ന് തീ പിടിച്ച് മേളിൽ കയറ്റിയിട്ട് ഊറ്റിക്കൊണ്ടിരുന്ന ടാങ്കറാണ്. പെട്ടെന്ന് തന്നെ വണ്ടി പുറകോട്ട് എടുത്തുകൊണ്ട് ഒരു വലിയ അപകടം ഇല്ലാതായി. ദൈവാനുഗ്രഹം. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. അവർ പോയി ചപ്പൊക്കെ എടുത്ത് വെള്ളം ഇതൊക്കെ അടിച്ച് കെടുത്തി. ഏതൊക്കെയാലും ദൈവാനുഗ്രഹം ഒന്നും സംഭവിച്ചില്ല. വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇപ്പം തന്നെ ഇവിടെ 42 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ, 42 ഡിഗ്രി ചൂടുണ്ട്. ഞാനിപ്പോൾ നോക്കിയതാണ്, 42 ഡിഗ്രിക്ക് മേളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ല, ദൈവാനുഗ്രഹം. അപ്പോൾ നമ്മുടെ 2 ചങ്ക് ബ്രോസ് ഇപ്പം നമ്മുടെ കാസർഗോഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ വെച്ച് കണ്ടതാണ്. ബ്രോയുടെ പേരാണ്? എൻ്റെ പേര് നിശാന്ത് ബ്രോയാണ്. പിന്നത്തെ നിശാന്ത് ബ്രോയുമായിട്ട് വന്ന ആളെയും കൂടി പരിചയപ്പെടാം. സജീവ്. ഇവർ രണ്ടുപേരുടെയും വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ആ കാണുന്ന തെങ്ങിൻ തോപ്പിൻ്റെ സൈഡിലാണ് അവരുടെ വീട്. അപ്പോൾ അവർ നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ഊണ് കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ശരി, കാണാം. ഓക്കെ, കാണാം ബ്രോ. ഓക്കെ. ഇവിടെ ഇപ്പോൾ 45 ഡിഗ്രി ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞാനും കുഞ്ഞിയും ഇവിടെ ഷെഡിൽ കയറി കിടക്കുന്നത്. കിടക്കുന്ന ഒരുത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുക, പാവം. ഓക്കെ, ശരി, കാണാം. ഇല്ല, ഞാനിനി വൈകുന്നേരമേ ഉള്ളൂ കഴിക്കത്തുള്ളൂ. രാവിലെ കഴിച്ച്. ആ,
കണ്ടോ കാസർഗോഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടോ? ഇവിടുന്ന് 1 കിലോമീറ്ററേലും പോയി കഴിഞ്ഞാലേ ഉള്ളൂ ഒരു ഗ്രാമത്തിലോട്ട് എത്താൻ പറ്റും. നമ്മൾ പണ്ട് കാലത്ത് കാണുന്ന ഗ്രാമവീഥികൾ പോലെ തന്നെയാണ് ഇപ്പോഴും കാസർഗോഡ് കിടക്കുന്നത്. കേട്ടോ കിടക്കുന്നുണ്ടോ? കിലോമീറ്ററുകൾ പോയാലേ ഉള്ളൂ ഒരു വീടുള്ള സ്ഥലത്തോട്ടൊക്കെ എത്താൻ പറ്റും. അതും നോക്കിയാൽ റോഡ് ഇപ്പോഴും മൺ റോഡാണ്. ഇവിടെ ഇത്ര ഭാഗം ടാറിങ് ഉള്ളൂ കേട്ടോ. ആ ഓട്ടോറിക്ഷ പോകുന്ന വഴിയൊക്കെ മൺ റോഡാണ്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പേര് കിട്ടിയിട്ടില്ല ഇതുവരെ. ചായവും ബസ്സാണ്. ഉണ്ട് ഹായ്. രണ്ട് കള്ളന്മാർ വന്നിരിക്കുന്ന കണ്ട. അവന്മാര് ഊവി വിളിച്ച് ഓടി വന്നതാ കേട്ടോ. ചായവും ബസാറിലാണല്ലേ? ജോപ്പന്റെ യാത്ര. ആ അപ്പോൾ ദേ 2 മക്കൾ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. അതേ സമയത്ത് ദേ 2 ക്രോസും വന്നിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് നിന്ന്. ആ കാശ്മീരൊക്കെ? അതെ. കാസർഗോഡ് നിന്ന് നേരെ നമ്മൾ പോവാ. ആ ബൈ. ആ ഇറങ്ങിയിട്ട് 5 മാസമായി. ആ പിന്നെ ആ അതുകൊണ്ട് ഇത്ര നേരം അവിടെ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ കാറ്റുണ്ടല്ലോ പോവാം. ആ ഇല്ലില്ല, ഉച്ചയ്ക്ക് കഴിക്കാറില്ല. ഇപ്പോൾ വൈകിട്ടത്തേക്കേ ഉള്ളൂ. കാരണം സൈക്കിൾ കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടുമല്ലോ. ഇനിയിപ്പം അവിടെ വെള്ളരിക്കുണ്ടി എന്ന് വിളിക്കാം. വഴി വെച്ച് കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരവിടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ ഞാൻ പൊക്കോട്ടെ? ഓക്കെ. അപ്പത്തെ 2 കുഞ്ഞാന്മാർ അവന്മാർ പാഞ്ഞു വന്നു കേട്ടോ. അവർ പാഞ്ഞു വന്ന് നമ്മളെ പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ വേറെ 2 പിള്ളേർ കൂടെ വന്നു. അവരെയും കണ്ട് വർത്താനം പറഞ്ഞു. അപ്പം നമ്മൾ നേരെ പോകുന്നു ചായവും ബസാറും. ചായോത്ത്. ഇത് ചായോത്താണ്. കേരള വീട്ടുകാരനാ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചായോത്ത്. അവിടെ ചെസ്സ് കളിയാണ്. ചെസ്സ് കളി ഏതായാലും ചവിട്ടി പോവുക. അൽഫോൻസാമയുടെ ഒരു തീർത്ഥാടന കേന്ദ്രം. തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ്. വളരെ മനോഹരമായ ഒരു ക്യാമ്പസുള്ള പള്ളി. അടിപൊളി സീറോ മലബാർ സഭയുടെ പള്ളിയാണ്. അങ്ങനെ ഈ റൂട്ടിലെ ആദ്യത്തെ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉച്ച കഴിഞ്ഞ് തുടങ്ങിയിട്ട് അപ്പോഴത്തേ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം കുടിയേറ്റ മേഖലയാണ് കേട്ടോ. കുടിയേറ്റ മേഖലയാണ്. കോട്ടയം ഭാഗത്തു നിന്ന് വന്ന അച്ചായന്മാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ചവിട്ടി വിട്ട് പോകാം.
നിങ്ങളല്ലേ ഇപ്പോൾ ചോദിച്ചിട്ട് വന്നേ? ആ ഞാൻ കോട്ടയം ഏറ്റുമാനൂർ. ആ ആ അതെ. ഇല്ലില്ല, ഞാൻ പോവാ. ആ കഴിച്ചായിരുന്നു. ശരി, താങ്ക്സ്. ഓക്കെ. ഇവിടുന്ന് ഒരാൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരാൾ വിളിക്കുന്നു. കടവത്ത് സ്റ്റാർ. ഹലോ, ഫേസ്ബുക്കിൽ കണ്ടായിരുന്നോ? ആ വേണ്ട വേണ്ട ഞാൻ കോട്ടയത്ത്. ആ ചെറിയ എന്തെങ്കിലും മതിയേ. കുടിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പെണ്ണാണോ? നീ വാ, നീ വാടി. അയ്യോ ചെറിയ ആ ചെറിയ വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞി കുഞ്ഞി വേണ്ട, എന്നാ മാറിക്കോട്ടെ. ശരി. അവര് ചായ കുടിക്കാന്നും പറഞ്ഞിട്ട് വിളിച്ചതാ. മുത്തപ്പൻ തെയ്യം. തെയ്യം ഒന്ന് കാണാൻ പറ്റിയില്ല. ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റാ ഉപയോഗിക്കുന്ന പിള്ളേരൊക്കെ കണ്ടവരുണ്ട്. അങ്ങനെ പലരും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അപ്പം നമ്മുടെ യാത്ര സുഗമമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇറക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു നല്ല ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഈ അങ്ങ് പോവാം. പിന്നെ ഈ ചാട്ടം ഷോക്ക് അബ്സോർവറിൻ്റെ കേട്ടോ, ഷോക്ക് അബ്സോർവറിൻ്റെ ആണ് ഈ ചാട്ടം ഒച്ച കേൾക്കുന്നത്. 4 മണിയായി, നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് വിളി കേൾക്കുന്നത്. തരിച്ചു കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ, ഇടത്തുവശം മുഴുവൻ. അഴിയക്കോ സ്ഥലമാണ്, പക്ഷേ വെട്ടുകല്ലാണ്. ചീങ്കല്ല് വെട്ടുകല്ലൊക്കെ ആയതുകൊണ്ട് തരിച്ചിട്ടിരിക്കുകയാണ്. Exercise. അങ്ങനെ ഒരു വലിയ കയറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കയറ്റാണ് തള്ളിക്കയറ്റം. ഇതാണ് ചൊയ്യങ്കോട് കൊല്ലംപാറ വ്യാപാര ഭവൻ. അതാണ് വ്യാപാര ഭവൻ, കണ്ടല്ലോ.
നീ കണ്ടില്ലെന്ന് പറഞ്ഞേക്കല്ലേ. വ്യാപാരം നടക്കുന്നില്ല കേട്ടോ, വ്യാപാരം നടക്കുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പക്ഷേ അടിപൊളി വ്യാപാര ഭവനുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. പാർട്ടി തകർന്നാലും പാർട്ടി ഓഫീസ് അടിപൊളിയായിരിക്കും. Turn left. Turn left അങ്ങോട്ട്. Continue on Malam, elevated to Nileshwar Road for 8 kilometers. നല്ലൊരു കയറ്റമാണ് ഞാൻ തള്ളുന്നത്. അടിപൊളി, കയറിപ്പോട്ടെ. ആ സൈഡാക്കി ഇരിക്കൂ. സോണറ്റ് കയറ്റി നിർത്തിക്കും. കുഞ്ഞാലി ഒരു ചേട്ടൻ എന്നാ തോന്നുന്ന LP സ്കൂൾ. ഉണ്ട് ഇപ്പോൾ കയറ്റമായതുകൊണ്ടാ. ഞാൻ എല്ലായിടത്തും കയറുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളരിക്കുണ്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നേരത്തെ പോയിട്ടുണ്ടോ? നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധുക്കാരവിടെ ഉണ്ട്, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, പോയി തപ്പിയെടുക്കണം. ഇല്ല, വേറെ 2-3 പിള്ളേരെ ഞാൻ വഴി വെച്ച് കണ്ടായിരുന്നു. അവർ ആ ഭാഗത്ത് എവിടെയോ ഉള്ളത്. വെള്ളരിക്കുണ്ട് കഴിഞ്ഞൊരു 10 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വെള്ളരിക്കുണ്ട് സ്റ്റേ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായുടെ വീട് ആണോ? ആയിക്കോട്ടെ, ശരി. Head west on Malam, elevated to Nileshwar Road. അങ്ങോട്ട് ഒതുക്കി വെക്കാം, കല്ലിൻ്റെ സൈഡിലോട്ട് ചാരി വെക്കാം. അപ്പോൾ നമുക്കിവിടെ അടുത്ത വശത്തൊരു പഴയ ഓട്ട് കമ്പനിയുടെ ഒരു പോക്കഴ് കാണാൻ പറ്റുന്നുണ്ട്. തോളേനിയാണ്, തോളേനി. തോളേനിയിലൂടെയാണ് നമ്മൾ കാണുന്നത്. സമയമില്ല ചേട്ടാ, മഴ വരുന്നതിന് മുമ്പ് എനിക്ക് എത്തണം. ഇല്ല, കിടക്കാൻ സ്ഥലം കിട്ടിയില്ല. ഭീമനടി 11.5 കിലോമീറ്റർ. ചാലിക്കടവ്.
അപ്പോഴത്തെ ചേട്ടായുടെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അവസാനം പൈസ കൊടുക്കാൻ നേരത്ത് പറയുക വേണ്ടെന്ന്. അങ്ങനത്തെ ഒരു ചേട്ടായി, കോട്ടയംകാരനാണ്. അപ്പോഴത്തെ ഞാനിവിടുന്ന് പോവാണ്. ഫ്രണ്ട്സ് ബേക്കറി ആൻഡ് കൂൾ ബാർ. മഴയായിരുന്നു, ഞാൻ ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു. ഇനി നമ്മൾ നേരെ വെള്ളരിക്കുണ്ട് ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ശരി ചേട്ടാ, കാണണം അല്ലേ? തിരക്കാണ്, തിരക്കമാണ്. കല്ല് ഉരുണ്ട് വീഴാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ഇതെന്താ അമ്മോ, താഴെക്കൂടിയാണോ പുഴ ഒഴുകി പോകുന്നത്? പഴയ കുടിയേറ്റ മേഖലയാണ്. എല്ലാവരും കോട്ടയം ഭാഗത്തും പാലാ ഭാഗത്തു നിന്നൊക്കെ വന്നവരാണ്. കാരിക്കടവ് 6 കിലോമീറ്റർ തന്നെ ഇറക്കമൊക്കെയാണ്. മഴ ജാമ്പ് മൊബൈലിൻ്റെ പണി തരുമോ സംശയമുണ്ട്. അത് ഈ വീഡിയോ ഒഴിവാക്കുവാണ്. മഴയിൽ ഉയർന്ന ജീവിതമാണ്. മഴ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലൊന്ന് സേഫ് ആക്കിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര പോകാം.